അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് കോടതിയുടെ സമൻസ് ലഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാർച്ച് 27-ന് നേരിട്ട് ഹാജരാകണം എന്ന് ചായ്ബസയിലെ എംപി MLA കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏത് കൊലയാളിക്കും BJP അധ്യക്ഷനാകാം എന്ന 2018-ലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് കേസിന് അടിസ്ഥാനമായത്. BJP നേതാവ് നവീൻ ഝാ ഫയൽ ചെയ്ത കേസിലാണ് കോടതിയുടെ ഈ നടപടി. കേസുമായി ബന്ധപ്പെട്ട് 2022 ഏപ്രിലിൽ ഹാജരാകാൻ കോടതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. തുടർന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷ നൽകിയെങ്കിലും കോടതി ഇത് തള്ളിക്കളഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. 2018-ൽ ചൈബസയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിലായിരുന്നു ഈ ഒരു വിവാദ പരാമർശം. നിലവിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ ആയിരുന്നു അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ. ഗുജറാത്തിൽ ഫയൽ ചെയ്ത മറ്റൊരു ക്രിമിനൽ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് സുപ്രീം കോടതി കീഴ്ക്കോടതി വിധി സ്റ്റേ ചെയ്തതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടത്. തന്റെ ശിക്ഷയും 2 വർഷത്തെ തടവും നീട്ടിവെക്കാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതി സമൻസ് അയച്ചത് രാഹുലിനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. 2019-ലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചാണ് ലോക്സഭയിൽ എത്തിയത്. എന്നാൽ അതേസമയം ഇതാദ്യമായല്ല ഇത്തരം വിവാദ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയതും നടപടി ഉണ്ടായതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിച്ചത് OBC കുടുംബത്തിൽ അല്ലെന്ന കോൺഗ്രസ് നേതാവിന്റെ പരാമർശം വിവാദമായിരുന്നു. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി ഒഡീഷയിലെത്തിയപ്പോഴാണ് രാഹുലിന്റെ വിവാദ പരാമർശമുണ്ടായത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആളാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വാദിച്ചത്. ഖാൻജി സമുദായത്തിലാണ് മോദി ജനിച്ചതെന്നും ഗുജറാത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം മാത്രമാണ് ആ സമുദായത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2019-ൽ മോദി പോക്കറ്റെടുക്കാരനാണെന്നും പ്രധാനമന്ത്രിയെ കാണുന്നത് മോശം ശകുനമാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല മോദി എന്ന് പേരുള്ള എല്ലാവരും കള്ളന്മാരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതോടെ കോൺഗ്രസ് MPക്ക് കോടതി തന്നെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പരിഹാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന പ്രസംഗങ്ങളിൽ രാഹുൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജാഗ്രത പാലിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതുപോലെ നവംബർ 22-ന് മോദിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ICC ലോകകപ്പ് നേടുമായിരുന്നുവെന്നും എന്നാൽ മോദി വേദിയിലെത്തുകയും തന്റെ സാന്നിധ്യം കൊണ്ട് ടീമിനെ തോൽവിയിലേക്ക് നയിച്ചുവെന്നുമുള്ള ആരോപണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം 18ാമത് ലോക്സഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സമൻസ് ലഭിച്ചത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്തായിരുന്നു നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് പോയത്. മാത്രമല്ല പലരും ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ച്, അതായത് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു സമൻസ് ലഭിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും തിരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നതാണ്.